വെറുതെ വാക്കുകൾ കേൾക്കുകയല്ല, മറിച്ച് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും കേൾക്കണം. ആക്റ്റീവ് ലിസണിങ് എങ്ങനെയാണ് ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നത്, എങ്ങനെ ശക്തമായ അർത്ഥവത്തായ ബന്ധങ്ങൾ സൃഷ്ടിക്കാം എന്ന വീഡിയോ സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിമർശനങ്ങളോ വിലയിരുത്തലുകളോ ഇല്ലാതെ നിങ്ങളെ ശരിക്കും ഒന്ന് ശ്രവിച്ചത് ആരായിരുന്നു, ഏറ്റവും അവസാനമായി എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, ഒന്ന് ഓർക്കാൻ ശ്രമിക്കാമോ? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താമോ? നിങ്ങളുടെ ഉത്തരം അതെന്ത് തന്നെ ആയാലും ശരി, അതിൻ്റെ മാസ്മരികത ഒന്ന് വേറെ തന്നെയാണ്. അവിടെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന പ്രക്രിയയുടെ പ്രത്യേകത. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് വെറുമൊരു കേൾവി എന്നതിലുപരി അതൊരു ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് വിശ്വാസത്തെ കെട്ടിപ്പടുക്കുന്നു, അത് ബന്ധങ്ങളെ വിലമതിക്കുന്നു, അത് പറയാതെ പറയുന്ന വികാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു, അത് ആളുകളെ വിലമതിക്കുന്നു, അത് ഏതൊരു ശക്തമായ ബന്ധത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ്. അത് വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, സൗഹൃദങ്ങളിലാകട്ടെ, എവിടെയും ആയിക്കോട്ടെ. ആക്റ്റീവ് ലിസണിങ് ഇത്രമേ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെങ്കിലും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തെല്ലാമാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സം, ഒരു വില്ലൻ എന്ന് പറയുന്നത് ഫോണാണ്. പ്രത്യേകിച്ച് ഫോണിലെ നോട്ടിഫിക്കേഷൻ. മറ്റൊന്ന് മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരേ സമയം പല കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് മൾട്ടി ടാസ്കിംഗ്. മറ്റൊന്ന്, ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ഇതെനിക്കറിയാവുന്ന കാര്യമാണ്, ഇത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, പ്രീ ജഡ്ജ്മെന്റ് ആക്റ്റീവ് ലിസണിങ്ങിന് വലിയൊരു തടസ്സമാണ്. കേൾക്കുന്നതിന് പകരം എന്തു മറുപടി പറയണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും ആക്റ്റീവ് ലിസണിങ്ങിന് മറ്റൊരു തടസ്സമാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുമായിട്ട് അതിനെ നമ്മൾ ബന്ധപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ ആ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് നടക്കുന്നു. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ ഇരിക്കുക, കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആക്റ്റീവ് ലിസണർ ആകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിനർത്ഥം നമ്മൾ ആളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുക. ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ സംസാരിച്ച് തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് ആക്റ്റീവ് ലിസണിങ് ആണ്. മൂന്നാമതായി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വലിയ കാര്യമില്ല. പക്ഷേ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട്, കുറച്ചുകൂടെ ആഴത്തിൽ പോകാൻ അവരെ പ്രേരിപ്പിക്കും. നാലാമതായി പാരാഫ്രൈസ് ഫോർ ക്ലാരിറ്റി. ഒരു കേൾവിക്കാരൻ എന്ന രീതിയിൽ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയുമ്പോൾ അത് പറയുന്ന ആൾക്ക് കൂടുതൽ ഊർജ്ജം നൽകും. അത് ഒരു ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ലക്ഷണം കൂടിയാണ്. അഞ്ചാമതായി പറയുന്ന ആളിൻ്റെ ശരീരഭാഷ, പറയാതെ പറയുന്ന വാക്കുകൾ, ഇവയൊക്കെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ പറയട്ടെ, പറയുന്ന ആളിൻ്റെ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത് ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ലക്ഷണമാണ്. ശാന്തമായ ശ്രവണം പറയുന്ന ആളിൻ്റെ മനസ്സിൻ്റെ വാതിൽ തുറക്കുന്നു. അയാൾ കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. ഒരാൾ സുഖമാണ് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ആള്, അദ്ദേഹത്തിന് മനസ്സിലാകും സുഖമാണോ അതോ ഈ പറയുന്നത് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പറയാതെ പറയുന്ന കാര്യങ്ങൾ അറിയുക, പറയുന്ന ആളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, ഇതൊക്കെയാണ്. ശ്രദ്ധാപൂർവമായ ശ്രവണം അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ് ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും. അത് വിശ്വാസം സൃഷ്ടിക്കും, അഭിപ്രായ വ്യത്യാസം കുറയ്ക്കാനും വൈകാരിക അടുപ്പം കൂട്ടാനും ഉപകരിക്കും. ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും അയാളുടെ യാത്രയിൽ അയാളുടെ കൂടെ സഹയാത്രികയായി നമുക്കും മുന്നേറാൻ പറ്റും. ഒരാളെ ശ്രവിക്കുമ്പോൾ അയാൾ സ്നേഹിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവർ അവരുടെ വാക്കുകൾ മാത്രമല്ല ഷെയർ ചെയ്യുന്നത്, പങ്കിടുന്നത്, മറിച്ച്
അവരവരെ തന്നെയാണ് പങ്കിടുന്നത്. നിങ്ങളവരെ ശ്രവിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അവരെ ബഹുമാനിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നല്ലൊരു ശ്രോതാവാകുക എന്ന ഉദ്യമത്തിൻ്റെ ഭാഗമായി ഈ വീഡിയോ കണ്ടതിലുള്ള സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കട്ടെ. ലിസണിങ് ഈസ് എ ഗിഫ്റ്റ് ദാറ്റ് കോസ്റ്റ് നത്തിങ് ബട്ട് മീൻസ് എവറിത്തിങ്. നമുക്ക് നല്ലൊരു ശ്രോതാവാകാം, ഒരു ആക്റ്റീവ് ലിസണറാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ശ്രോതാവ് എന്ന രീതിയിൽ ബന്ധങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അനുഭവം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ശക്തമായ വിവാഹബന്ധം, അതിന് വേണ്ട കാര്യങ്ങൾ പറയുന്ന വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോ ഉടനെ റിലീസ് ചെയ്യും. കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.